ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എന്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് ഒക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോ എന്റെ വീഡിയോസ്, കേക്കിന്റെ വീഡിയോസ് കണ്ടിട്ട് അതിനകത്ത് വിപ്പിംഗ് ക്രീം ഒക്കെ വിപ്പ് ചെയ്യുന്നത് വളരെ സ്പീഡ് കൂട്ടിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അതൊന്നും ഇല്ലാതെ തന്നെ സ്പീഡ് കുറച്ചിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അവർക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കുന്നതെന്നും ഒക്കെയുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. എളുപ്പം മെൽറ്റ് ആയി പോകുന്നു എന്നുള്ള കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മാക്ടോപ്പിന്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, 250 ml എടുത്തിട്ടുണ്ട്. ഇതുപോലെ ലിക്വിഡ് ഫോമിലായത് മാത്രമേ നമ്മൾ ഇതിനായിട്ട് എടുക്കാവൂ. എങ്കിലും തണുപ്പ് ഫുള്ളായിട്ട് പോകാനും പാടില്ല. അപ്പൊ ഇത് നമ്മൾ വിപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ആദ്യം ഒന്നിലിട്ട് 1 മിനിറ്റ് വിപ്പ് ചെയ്തെടുക്കാം. ആദ്യമേ സ്പീഡ് കൂട്ടിയിട്ട് വിപ്പ് ചെയ്തെടുക്കരുത്. അപ്പോ പെട്ടെന്ന് അത് മെൽറ്റായി, തിരിച്ച് അത് മെൽറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ കുറേശ്ശെ സ്പീഡ് കൂട്ടിയിട്ട് 1 മിനിറ്റ് ആദ്യം ഒന്നിലിട്ട് നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോ നാട്ടിലാണ് നിങ്ങൾ വിപ്പിംഗ് ക്രീം ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വിവോയുടെ നല്ലതാണ്, റിച്ചിന്റെ നല്ലതാണ്. അങ്ങനെ നോൺ ഡയറി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് വിപ്പായി കിട്ടുള്ളൂ കേട്ടോ. ഒരു മിനിറ്റ് ഒന്നിൽ തന്നെ ഇട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. ഒരിക്കലും ലിക്വിഡ് ഫോം ആകാത്ത, അതായത് ക്രിസ്റ്റലായിട്ട് ഉള്ള വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കരുത്. ഇപ്പൊ ഞാനിത് 2ലോട്ടാക്കിയിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞു, 2ലോട്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് 2ലിട്ട് 2 മിനിറ്റ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. 1ല് 1 മിനിറ്റ്, 2ല് 2 മിനിറ്റ്. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ക്ഷമയോടുകൂടി വിപ്പിംഗ് ക്രീം നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ആ കേക്ക് ഫുള്ളായിട്ട് നമുക്ക് അത് പിന്നെ ശരിയാകില്ല. ആ കറക്റ്റ് ആ ഇതിൽ കിട്ടിയാൽ മാത്രമേ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റൂ. അപ്പം വിപ്പിംഗ് ക്രീമിന്റെ കാര്യത്തിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ഫ്രീസറിൽ മാത്രമേ അത് സ്റ്റോർ ചെയ്ത് വെക്കാവൂ. നമ്മൾ എടുക്കുന്നതിന് തൊട്ട് 1 മണിക്കൂർ മുന്നേ എങ്കിലും നമ്മൾ എടുത്ത് പുറത്ത് വെച്ചിരുന്നിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ പ്രസ് ചെയ്തത് ഉടയ്ക്കൊന്നും ചെയ്യേണ്ട, അല്ലാതെ തന്നെ മെൽറ്റായി വന്നതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. എങ്കിലും തണുപ്പ് ഫുള്ളായിട്ട് അങ്ങ് പോകാനായിട്ട് വിടരുത് കേട്ടോ. ഫുള്ള് മെൽറ്റായി പോകേണ്ട ആവശ്യമില്ല. മെൽറ്റായി നമുക്ക് ഒരു കപ്പ് എടുക്കത്തക്കോണം ഏകദേശം ആയി കഴിയുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ എത്രമാത്രം ആയിട്ടുണ്ടെന്ന്. അന്നേരം മാത്രം നമ്മൾ എടുത്ത് ബൗളിലാക്കിയിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ 3ലോട്ടാക്കിയിട്ടുണ്ട്. 3ല് നമ്മൾ 3 മിനിറ്റ് ഇട്ട് ബീറ്റ് ചെയ്യണം. 1ല് 1 മിനിറ്റ്, 2ല് 2 മിനിറ്റ്, 3ല് 3 മിനിറ്റ്. ഇപ്പൊ തോനെ എമൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നത്, ഇതിലും കൂടുതൽ ലിക്വിഡാണ് നമ്മൾ എടുക്കുന്നത്, വിപ്പിംഗ് ക്രീമാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ടൈം നമുക്ക് ആവശ്യം വരും. എന്നാലും നമ്മൾ ഇതുപോലെ ഒരു ഇതിൽ വേണം. 1ല് 1 മിനിറ്റ്, 2ല് 2 മിനിറ്റ്, 3ല് ഇടേണ്ടി വരുവാണെങ്കിൽ 3 മിനിറ്റ്, 4ല് ഇടേണ്ടി വരുവാണെങ്കിൽ 4 മിനിറ്റ്. അങ്ങനെ വേണം നമ്മൾ കൂട്ടി കൊണ്ടുപോകാം. ഒറ്റയടിക്ക് ആദ്യമേ കൂട്ടി ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് മെൽറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കുറേശ്ശെ സ്പീഡ് കൂട്ടി ഹൈയിൽ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇപ്പൊ ഞാൻ ഇതിന്റെ ഒട്ടും സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല, കറക്റ്റ് ആയിട്ടുള്ളതാണ് ഈ കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ കറക്റ്റ് സ്റ്റിഫായി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും ബീറ്റ് ചെയ്താൽ വീണ്ടും അത് വെള്ളമായി പിന്നെയും ലൂസായി പൊക്കൊണ്ടേയിരിക്കും. ആദ്യം ആ കറക്റ്റ് ഇതിൽ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ലൂസ് ആയിക്കൊണ്ടേയിരിക്കും.
അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. കറക്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. ഇപ്പൊ നല്ല ബീഡ്സ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊന്ന് തിക്കായി നമ്മുടെ കൈയൊക്കെ ഒന്ന് കഴിച്ചു വരും ആ ഒരു ലാസ്റ്റ് ടൈം ആവുമ്പോഴത്തേക്ക്. ഇപ്പൊ നമുക്ക് ലിക്വിഡ് കളറാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ലിക്വിഡ് കളർ ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇല്ല ജെൽ കളർ ആണെന്നുണ്ടെങ്കിൽ ജെൽ കളർ ആഡ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടോ, ഇത് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റിഫായിട്ട് നിൽക്കുന്ന രീതിയിൽ വരുന്നിടം വരെ നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് നോക്കിയിട്ട് അത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 4-ലിട്ട്, ഇപ്പൊ നല്ല 4-ലാണ് ഞാൻ ഇട്ടേക്കുന്നത്. 4-ലിട്ടിട്ട് വീണ്ടും ഇപ്പൊ 3 മിനിറ്റ് കഴിഞ്ഞു. അതിനുശേഷം 4-ലിട്ടിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കറക്റ്റ് ഈ 4-ലാവുമ്പോഴത്തേക്ക് നല്ലതുപോലെ സ്റ്റിഫായി വന്നു തുടങ്ങും. അപ്പൊ ഈ ബ്ലേഡിൽ ഉരുണ്ടായിട്ട് വരും, ഉരുളയായിട്ട് വരും. ആ ഒരു സമയം ആവുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പൊ ഇത് നോക്കിക്ക, നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ടോ. ഇതുപോലെ സ്റ്റിഫായി ഇങ്ങനെ നമ്മള് അതേ പൊസിഷനിൽ തന്നെ നിൽക്കുന്ന ഈ ഒരു സ്റ്റേജ് വരുന്നിടം വരെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ 1-ലിട്ട് 1 മിനിറ്റ്, 2-ലിട്ട് 2 മിനിറ്റ്, അത് 3-ലിട്ടിട്ട് 3 മിനിറ്റ്, 4-ലിട്ട് 4 മിനിറ്റ് ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അതിനു മുന്നേ ഒന്ന് നോക്കുക. ഇതേപോലെ കണ്ടോ, ഇത് കമത്തി ഇട്ടാൽ പോലും ഇത് പോകില്ല. ഈ ഒരു സ്റ്റേജിൽ എത്തുന്നിടം വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബീറ്റ് ചെയ്യരുത്. ഇനി ബീറ്റ് ചെയ്താൽ വീണ്ടും ലൂസായി പോകും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ജെൽ കളർ ഞാൻ സെപ്പറേറ്റ് കുറച്ച് മാറ്റിയിട്ട് ജെൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലിക്വിഡ് കളർ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒഴിച്ച് ബീറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പം നീറ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം, നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ, ഹാവ് എ നൈസ് ഡേ.